വിശാല വെറൈറ്റി തണ്ണിമത്തനാണിത്. ഈ ഒരു തണ്ണിമത്തന്റെ പ്രത്യേകത ഉണ്ടല്ലേ, ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലഷ് വരും. ഇതിന്റെ തോട് നല്ല കട്ടി കുറവാണ്. സംഭവം അടിപൊളി കേട്ടാ. തോട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ വെയിലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഓരോന്ന് പൊട്ടിച്ചിട്ട് കഴിച്ചാൽ മതി. വെള്ളമൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ജിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. ജിയ വെറൈറ്റിയുടെ പ്രത്യേകത ഏകദേശം സെയിം തന്നെയാണ്, പക്ഷെ ഇതിനുള്ളിലും മഞ്ഞാവും. കാണാൻ ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ തോട്ടത്തിൽ നമ്മൾ ഷമാം അടക്കം 8ഓളം വെറൈറ്റി ചെയ്യുന്നുണ്ട്. 7 വെറൈറ്റി തണ്ണിമത്തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഇടും സംഭവം. തണ്ണിമത്തന്റെ സീഡ് എവിടെ കിട്ടുകയെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇട്ടുള്ളത് വിശാല വെറൈറ്റി സീഡാണിത്. നോ യൂസ് സീഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇതിപ്പോൾ കൊടുത്തുള്ളത്. 20 ഗ്രാമിന്റെ ഒരു പാക്കറ്റിന് 2110 രൂപയാണ്. നമ്മുടെ കൃഷിയിടത്തിലേക്കുള്ള ഒട്ടുമിക്ക തണ്ണിമത്തന്റെ സീഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണി എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നാണ്. നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിമിന്റെ കൂടെ പോയിട്ടാണ് നമ്മൾ അവിടുത്തെ സീഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഷോപ്പിന്റെ പേര് കറക്റ്റ് വിട്ടുപോയി. 2 മാസം മുമ്പ് അവന്റെ കൂടെ പോയതാണ്, നമ്മൾ തെരഞ്ഞു പിടിച്ച് പോയതല്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീഡുകൾ കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് അഗ്രികൾച്ചർ ഷോപ്പുകൾ ഉണ്ടല്ലോ, വളക്കടകളൊക്കെ ഉണ്ടാവില്ല, വളക്കടകളിൽ പോയിട്ട് തണ്ണിമത്തൻ്റെ സീഡ് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ അതിൽ നിങ്ങളുടെ അറിവിലുള്ള പരിചയത്തിലുള്ള കർഷകർ ചെയ്തിട്ടുള്ള വിത്ത് ഏതാണെന്ന്, ആ കമ്പനി ഏതാണെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ മതി. അപ്പോൾ അവർക്ക് റിസൾട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ സംഭവം വിശാല നമുക്ക് കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ തോട് കട്ടി കുറവായതുകൊണ്ട് മൂത്ത് കഴിഞ്ഞാൽ കുറേ ഒന്നും നമ്മൾ തോട്ടത്തിൽ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഈർപ്പം കയറിയിട്ടൊക്കെ ചിലപ്പോൾ ഇത് കേട് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ വേറെ വിശാല വെറൈറ്റിക്ക് നമുക്ക് ഇതുവരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ്.